ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10th ലെവൽ പ്രിലിംസിന്റെ 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ നമ്മൾ 6 ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 6 ദിവസവും പഠിക്കാൻ തന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ രാവിലെ ഇതിന്റെ വിവരം നമ്മുടെ ടെലഗ്രാം ചാനൽ വഴി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും റിവൈസ് ചെയ്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 25 മാർക്കിന്റെ ടെസ്റ്റ് ആണ്. ടെസ്റ്റ് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യുക. ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഒന്ന് താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ നശിച്ചു പോകുന്ന കോശങ്ങളെ പുനർനിർമ്മിക്കാൻ കഴിയുന്ന ശരീരഭാഗം ഏതാണ്? ഓപ്ഷൻ: കരൾ, ഹൃദയം, വൃക്ക, ശ്വാസകോശം. രണ്ടാമത്തെ ചോദ്യം, ഉപാപചയ പ്രവർത്തന ഫലമായി രൂപപ്പെടുന്ന ഏറ്റവും ഹാനികരമായ ഉൽപ്പന്നങ്ങളിൽ ഒന്ന് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ്: യൂറിയ, യൂറിക് ആസിഡ്, അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ്. മൂന്നാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായവ കണ്ടെത്തുക. ഓരോ വൃക്കയുടെയും ഉൾവശത്തുള്ള സൂക്ഷ്മ അരിപ്പകളാണ് നെഫ്രോണുകൾ. വൃക്കയുടെ കടും നിറമുള്ള ആന്തരഭാഗമാണ് കോർട്ടെക്സ്. ഉരകങ്ങളുടെ വിസർജന അവയവം വൃക്കയാണ്. അപ്പൊ ഇതിൽ ശരിയായവ കണ്ടെത്താനാണ്. ഓപ്ഷൻസ് എല്ലാം ശരിയാണ്. 1ഉം 2ഉം മാത്രം, 1ഉം 3ഉം മാത്രം, 2ഉം 3ഉം മാത്രം. നാലാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന ലക്ഷണങ്ങൾ വായിച്ച് രോഗം തിരിച്ചറിയുക. ആദ്യത്തെ ലക്ഷണം, കലങ്ങിയതും കടും നിറത്തോട് കൂടിയതുമായ മൂത്രം. രണ്ടാമത്തെ ലക്ഷണം, പുറം വേദന. മൂന്നാമത്തെ ലക്ഷണം, മുഖത്തും കണങ്കാലിലും വീക്കം. ഓപ്ഷൻ: നെഫ്രൈറ്റീസ്, ആർത്രൈറ്റീസ്, വൃക്കയിലെ കല്ല്, യുറീമിയ. അഞ്ചാമത്തെ ചോദ്യം, വിശ്രമമില്ലാതെ കഠിനമായി അധ്വാനിക്കുമ്പോൾ വേണ്ട അളവിൽ ഓക്സിജൻ ലഭ്യമായില്ലെങ്കിൽ അവായു ശ്വസനം വഴി പേശികളിൽ അടിഞ്ഞുകൂടുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, കാർബോണിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്. ഇവയൊന്നും അല്ല. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് നല്ല അടിപൊളി ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. KS എക്സാമിന് വേണ്ടിയിട്ട് ഒരു പുതിയ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ KSനും കേരള PSC പരീക്ഷയ്ക്കും ഒരുമിച്ച് തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാവുന്നതാണ്. ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ പ്രത്യേകം ഓഫേഴ്സും ഉണ്ട്. 10% ഡിസ്കൗണ്ട് എക്സ്ട്രാ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. കൂടാതെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് മാർച്ച് 9th ഒരു 150 ഡേ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 10th ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് മാർച്ച് 2 ഓൾറെഡി തന്നെ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന എല്ലാ കോഴ്സുകളും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ കിട്ടും. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. KS എക്സാമിന് വേണ്ടിയിട്ട് ഓൾറെഡി ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പ്രിലിംസും മെയിൻസും ഫോക്കസ് ചെയ്ത്. SCRT മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ബാച്ച് കോഴ്സ് ഉണ്ട്. ബെഫ്കോ, LD എക്സാം മുതലായ എല്ലാ പരീക്ഷകൾക്കും ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ. ജലട്രോപിക ചലനത്തിൽ വേരുകളുടെ ദിശ എങ്ങനെയാണ്? വേരുകളുടെ ദിശയാണ്. ഓപ്ഷൻസ്: വേരുകൾ ജലത്തിന് അടുത്തേക്ക് വരുന്നു, ജലത്തിന്റെ എതിർദിശയിൽ വളരുന്നു, ജലവുമായി ബന്ധമില്ല, നേരെ വളരുന്നു. ഏഴാമത്തെ ചോദ്യം, വള്ളിച്ചെടി താങ്ങിൽ ചുറ്റി വളരുന്നത് എന്ത് തരത്തിലുള്ള ട്രോപിക ചലനത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻസ്: ജലട്രോപിക ചലനം, രാസട്രോപിക ചലനം, ഭൂഗുരുത്വ ട്രോപിക ചലനം, സ്പർശ ട്രോപിക ചലനം. എട്ടാമത്തെ ചോദ്യം, രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻസ്: ഗ്ലോബുലിൻ, ആൽബുമിൻ, ഫൈബ്രിനോജൻ, ഫൈബ്രിൻ. ഒൻപതാമത്തെ ചോദ്യം, ലോക ഹൃദയ ദിനം എന്നാണ്? ഓപ്ഷൻസ്: സെപ്റ്റംബർ 27, സെപ്റ്റംബർ 28, സെപ്റ്റംബർ 29, സെപ്റ്റംബർ 30. പത്താമത്തെ ചോദ്യം, കരളിൽ വെച്ച് നടക്കുന്ന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്?
ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സംഭരിക്കുന്നു, ഫാറ്റി ആസിഡിൽ നിന്നും ഊർജം സ്വതന്ത്രമാക്കുന്നു, കൊളസ്ട്രോളിനെ നിർമ്മിക്കുന്നു. pH ക്രമീകരണം. 11ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ പ്ലീഹയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? ആദ്യത്തേത് ഏകദേശം 5 ഇഞ്ച് വലിപ്പം, രണ്ടാമത്തേത് പർപ്പിൾ നിറം, മൂന്നാമത്തേത് ഉദരാശയത്തിന് മുകൾ ഭാഗത്ത് ആമാശയത്തിന് ഇടതുഭാഗത്തായിട്ട് കാണപ്പെടുന്നു, 200 ഗ്രാം തൂക്കം. 12ാമത്തെ ചോദ്യം, നായയിൽ ഹൃദയം മാറ്റി വെക്കുന്നതിന് നേതൃത്വം നൽകിയ റഷ്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ക്രിസ്ത്യൻ ബെർണാഡ്, ജോസഫ് ലിസ്റ്റർ, ഡോക്ടർ ഡെമിക്കോ, ഡോക്ടർ പി വേണുഗോപാൽ. 13, ഭക്ഷണത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടി ധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് എന്ത്? ഓസ്റ്റിയോപോറോസിസ്, ആർത്രൈറ്റിസ്, അതിറോസ്ക്ലീറോസിസ്, യുറീമിയ. താഴെ തന്നിരിക്കുന്നവയിൽ ജലം സുഗമമായി ഇലകളിലും മറ്റു ഭാഗങ്ങളിലും എത്തിച്ചേരുന്നതിന് സഹായിക്കുന്ന പ്രതിഭാസങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ആദ്യത്തേത് സസ്യസ്വേദനം, രണ്ടാമത്തേത് മൂലമർദ്ദം, മൂന്നാമത്തേത് കൊഹഷൻ. എല്ലാം ശരിയാണ്. 1ഉം 3ഉം മാത്രം, 2ഉം 3ഉം മാത്രം, 1 മാത്രം. സൈലത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായവ കണ്ടെത്തുക. ആദ്യത്തേത്, വേരുകൾ മണ്ണിൽ നിന്നും വലിച്ചെടുക്കുന്ന ജലവും ലവണവും ഇലകളിൽ എത്തുന്നു. വെസലുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഒന്നിന് മുകളിൽ ഒന്നായി ആണ്. സീവനാളികൾ ക്രമീകരിച്ചിരിക്കുന്നത് ഒന്നിന് മുകളിൽ ഒന്നായി ആണ്. എല്ലാം ശരിയാണ്. 1ഉം 2ഉം മാത്രം, 3 മാത്രം, 2 മാത്രം. ആരോഗ്യമുള്ള സ്ത്രീകളിൽ വൈറ്റൽ കപ്പാസിറ്റി എത്രയാണ്? ഏകദേശം 4.5 ലിറ്റർ, 3 ലിറ്റർ, 2 ലിറ്റർ, 4 ലിറ്റർ. 17, ക്രെബ്സ് പരിവൃത്തി നടക്കുന്നത് എവിടെയാണ്? മൈറ്റോകോൺട്രിയയിൽ, കോശദ്രവ്യത്തിൽ, ഗോൾജി കോംപ്ലക്സിൽ, ജീവദ്രവ്യത്തിൽ. മത്സ്യത്തിന് ശ്വസന അവയവം ഏതാണ്? മത്സ്യത്തിന്റെ ശ്വസന അവയവം ഏതാണ്? കോശസ്തരം, ട്രക്കിയ. ശ്വസന അവയവം ഇല്ല, ഗിൽസ്. താഴെ തന്നിരിക്കുന്നവയിൽ പുകവലി മൂലമുണ്ടാകുന്ന ശ്വാസകോശ തകരാറുകളിൽ ഉൾപ്പെടാത്തത് ഏത്? എംഫിസീമ, ബ്രോങ്കൈറ്റിസ്, ആർത്രൈറ്റിസ്, ശ്വാസകോശ അർബുദം. ബാക്ടീരിയയിൽ നടക്കുന്ന പ്രത്യുൽപാദന രീതി ഏതാണ്? രേണുക്കൾ, ലൈംഗിക പ്രത്യുൽപാദനം, ദ്വിവിഭജനം, മുകുളനം. മനുഷ്യന്റെ ശരാശരി ഗർഭകാലം 270 മുതൽ 280 ദിവസം, 280 മുതൽ 290 ദിവസം, 290 മുതൽ 300 ദിവസം. ഇവയൊന്നും അല്ല. 22ാമത്തെ ചോദ്യം, ഇടുപ്പെല്ലിൽ കാണപ്പെടുന്ന സന്ധി ഏതാണ്? വിജാഗിരി സന്ധി, തെന്നി നീങ്ങുന്ന സന്ധി, ഗോളര സന്ധി, കീലസന്ധി. താഴെ തന്നിരിക്കുന്നതിൽ ഏകകോശ ജീവികൾക്ക് ഉദാഹരണം ഏതാണ്? അമീബ, പാരമീസിയം, യൂഗ്ലീന, ബാക്ടീരിയ. ഈ 4 ജീവികളെയാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏകകോശ ജീവികൾ ഏതൊക്കെയാണ്? 1ഉം 2ഉം 3ഉം. എല്ലാം ശരിയാണ്. 1ഉം 4ഉം, 2ഉം 4ഉം. 24ാമത്തെ ചോദ്യം, പൂർണ്ണ പരാതത്തിന് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ചന്ദനം, മോണോട്രോപ്പ, ഇത്തിൾ ചെടി, മൂടില്ലാത്താടി. 25, താഴെ തന്നിരിക്കുന്നവയിൽ യോജക കലകൾക്ക് ഉദാഹരണം ഏത്? രക്തം, തരുണാസ്ഥി, നാരുകല. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് യോജക കലകൾക്ക് ഉദാഹരണം? 1 മാത്രം, 1ഉം 3ഉം. എല്ലാം ശരിയാണ്. 2ഉം 3ഉം. ഓക്കെ. അപ്പൊ 25 ചോദ്യങ്ങളാണ് മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. എല്ലാവരും ആൻസേഴ്സ് ഒക്കെ എഴുതി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഉത്തരങ്ങൾ പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ നശിച്ചു പോകുന്ന കോശങ്ങളെ പുനർനിർമ്മിക്കാൻ കഴിയുന്ന ശരീരഭാഗം ഏതാണ്? ഓപ്ഷൻ എ കരളാണ്. ഉപാപചയ പ്രവർത്തന ഫലമായി രൂപപ്പെടുന്ന ഏറ്റവും ഹാനികരമായ ഉൽപ്പന്നങ്ങളിൽ ഒന്ന് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഉത്തരം അമോണിയ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായവ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരി. ഇവിടെ 2 തെറ്റിപ്പോവാൻ കാരണം വൃക്കയുടെ കടുനിറമുള്ള ആന്തരഭാഗത്തിന്റെ പേര് മെഡുല്ല എന്നതാണ്. കോർട്ടെക്സ് എന്ന് പറയുന്നത് ബാഹ്യഭാഗമാണ് വൃക്കയുടെ. താഴെ തന്നിരിക്കുന്ന ലക്ഷണങ്ങൾ വായിച്ച് രോഗം തിരിച്ചറിയുക. രോഗം
നെഫ്രൈറ്റീസ് ആണ്. വിശ്രമമില്ലാതെ കഠിനമായി അധ്വാനിക്കുമ്പോൾ വേണ്ട അളവിൽ ഓക്സിജൻ ലഭ്യമായില്ലെങ്കിൽ അവായു ശ്വസനം വഴി പേശികളിൽ അടിഞ്ഞുകൂടുന്ന ആസിഡ് ഓപ്ഷൻ 3 ലാക്റ്റിക് ആസിഡ് ആണ്. ആറാമത്തെ ചോദ്യം, ജലട്രോപിക ചലനത്തിൽ വേരുകളുടെ ദിശ, വേരുകൾ ജലത്തിന് അടുത്തേക്കാണ് വളരുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ആണ് ശരി. വള്ളിച്ചെടി താങ്ങൽ ചുറ്റി വളരുന്നത് എന്ത് തരത്തിലുള്ള ട്രോപിക ചലനത്തിന് ഉദാഹരണമാണ്? സ്പർശ ട്രോപിക ചലനമാണ്. 8 രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ആൽബുമിൻ ആണ്. 9ാമത്തെ ചോദ്യം, ലോക ഹൃദയ ദിനം എന്നാണ്? സെപ്റ്റംബർ 29. കരളിൽ വെച്ച് നടക്കുന്ന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? 4ാമത്തെ ഓപ്ഷനാണ് pH ക്രമീകരണം. താഴെ തന്നിരിക്കുന്നതിൽ പ്ലീഹയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? 1ാമത്തേതാണ്, ഏകദേശം 5 ഇഞ്ച് വലിപ്പം, 4 ഇഞ്ച് വലിപ്പമാണ് ഉത്തരം. 12ാമത്തെ ചോദ്യം, നായയിൽ ഹൃദയം മാറ്റിവെക്കുന്നതിന് നേതൃത്വം നൽകിയ റഷ്യൻ ശാസ്ത്രജ്ഞൻ? ഓപ്ഷൻ 3 ഡോക്ടർ ഡെമിക്കോവ്. ഭക്ഷണത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടി ധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് എന്താണ്? അതെറോസ്ക്ലെറോസിസ്. താഴെ തന്നിരിക്കുന്നവയിൽ ജലം സുഗമമായി ഇലകളിലും മറ്റു ഭാഗങ്ങളിലും എത്തിച്ചേരുന്നതിന് സഹായിക്കുന്ന പ്രതിഭാസങ്ങൾ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? 14 എല്ലാം ശരിയാണ്. ഓപ്ഷൻ എ. സൈലത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം മാത്രമാണ്. 1ഉം 2ഉം മാത്രമാണ്. സീവ് നാളി കാണപ്പെടുന്നത് എവിടെയാണ്? ഫ്ലോയത്തിലാണ്. ആരോഗ്യമുള്ള സ്ത്രീകളിൽ വൈറ്റൽ കപ്പാസിറ്റി എത്രയാണ്? 3 ലിറ്റർ ആണ്. ക്രെബ്സ് പരിവൃത്തി നടക്കുന്നത് എവിടെയാണ്? മൈറ്റോകോൺട്രിയയിൽ. മത്സ്യത്തിന്റെ ശ്വസന അവയവം ഏതാണ്? ഗിൽസ് ആണ്. താഴെ തന്നിരിക്കുന്ന പുകവലി മൂലമുണ്ടാകുന്ന ശ്വാസകോശ തകരാറുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ആർത്രൈറ്റീസ് ആണ്. അടുത്ത ചോദ്യം, ബാക്ടീരിയയിൽ നടക്കുന്ന പ്രത്യുൽപാദന രീതി ദ്വിവിഭജനമാണ്. മനുഷ്യന്റെ ശരാശരി ഗർഭകാലം 270-280 ദിവസം. ഇടുപ്പല്ലിൽ കാണപ്പെടുന്ന സന്ധി ഏതാണ്? ഗോളര സന്ധിയാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഏകകോശ ജീവികൾക്ക് ഉദാഹരണം? ഓപ്ഷൻ ബി എല്ലാം ശരിയാണ്. പൂർണ്ണ പരാതത്തിന് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ്? 4ാമത്തെ ഓപ്ഷനാണ്, മൂടില്ലാത്താളി. താഴെ തന്നിരിക്കുന്നവയിൽ യോജക കലകൾക്ക് ഉദാഹരണം ഏതാണ്? എല്ലാം ശരിയാണ്. ഓക്കെ, അപ്പൊ 25 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് ഒന്ന് താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മോക്ക് ടെസ്റ്റ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഈ സ്റ്റഡി പ്ലാൻ കുറച്ച് പേരൊക്കെ ഫോളോ ചെയ്യുന്നത് നിർത്തി എന്ന് തോന്നുന്നു. കാരണം ആദ്യത്തെ ആ ഒരു റെസ്പോൺസ് പിന്നെയുള്ള വീഡിയോസിനൊന്നും ലഭിച്ചിട്ടില്ല. ഞാൻ ടെലഗ്രാം വഴിയും നിങ്ങളെ അറിയിച്ചതാണ്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല മാർക്ക് തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.